കണ്ണൂരിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യുഡിഎഫ് നേതാക്കളുടെ യോഗം ആരംഭിച്ചു. കാസർഗോഡ്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള യോഗമാണിത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഇന്ന് പ്രചാരണം നടത്തും. കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്തും, തിരുനെല്ലിയിൽ നിന്ന് CV അനുമോദും, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മനു ഭരത്തും ചേരുന്നുണ്ട്. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം യോഗത്തിൽ പങ്കെടുക്കുന്നത്? വിവരങ്ങൾ. അശ്വിനിലേക്ക് തിരിച്ചെത്താം. അനുമോദിലേക്ക്. അനുമോദ്, യോഗത്തിന് ശേഷം ഇപ്പോൾ കണ്ണൂരിൽ ചേരുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരെ തിരുനെല്ലിയിലേക്കാണ് എത്തുന്നത്. തിരുനെല്ലിയിൽ എത്തിയതിനു ശേഷമുള്ള രാഹുലിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? ധന്യ, നിശ്ചയിച്ച ക്രമപ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നടക്കുന്നതെങ്കിൽ 9:50 അദ്ദേഹം തിരുനെല്ലി SIUP സ്കൂളിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങേണ്ടതാണ്. അതിന് 2 കിലോമീറ്റർ അകലെയാണ് തിരുനെല്ലി ക്ഷേത്രം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് കാണാം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹം ആദ്യം തിരുനെല്ലി ക്ഷേത്രത്തിലെ സത്രത്തിൽ അല്പസമയം വിശ്രമിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകും. അദ്ദേഹത്തിന്റെ നേരത്തെ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് ഇവിടെയാണ്. ഇപ്പോൾ അതിനെ തുടർന്ന്, അതായത് പിതൃപൂജയും പിതൃതർപ്പണവുമാണ് അദ്ദേഹം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം നാലമ്പലത്തിന് പുറത്ത് മേൽശാന്തിയിൽ നിന്നും പ്രത്യേക പ്രാർത്ഥന നടത്തിയ ശേഷം ഈ ക്ഷേത്രത്തിന് ഏകദേശം 3/4 കിലോമീറ്റർ അകലെയുള്ള പാപനാശത്തിലേക്ക് അദ്ദേഹം പോകും. അവിടെയാണ് തർപ്പണ ചടങ്ങുകളും മറ്റ് പ്രധാന ചടങ്ങുകളെല്ലാം തന്നെ ഉണ്ടാവുക. അതിനുശേഷം തിരിച്ചെത്തി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം സ്വീകരിക്കുകയും മറ്റു വഴിപാടുകയും കഴിച്ച ശേഷം ഈ വഴിയിലൂടെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഈ പടിക്കെട്ടിലൂടെ അദ്ദേഹം ഇറങ്ങി വരികയുണ്ടാവുക. ഏകദേശം 1 മണിക്കൂറോളം സമയം തിരുനെല്ലി ക്ഷേത്രത്തിൽ അദ്ദേഹം ചിലവഴിക്കുമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. കാരണം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ അത്രയും സമയം വേണ്ടിവരും എന്നതിനാലാണ് അങ്ങനെ ഒരു സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. SPGയുടെ പ്രത്യേക സംഘം പാപനാശത്തിലും അദ്ദേഹം പോകുന്ന എല്ലാ വഴിയിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അതായത് ഈ ക്ഷേത്രത്തിനുള്ളിലേക്കും പാപനാശത്തിലേക്കും മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. അതിന് പുറത്ത്, ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേക ബാരിക്കേഡ് വെച്ചാണ് മാധ്യമങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നിറങ്ങുന്നത് മുതൽ, അതായത് 9:50 അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് മുതൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭക്തജനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. തുടർന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തിരുനെല്ലിയിൽ ക്ഷേത്രത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സമയക്രമം അല്പം വൈകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടികളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും വൈകും. എന്താണെങ്കിലും തിരുനെല്ലി ക്ഷേത്രം രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ധന്യ. ശരി അനുമോദ. കണ്ണൂരിൽ അശ്വിനുണ്ട്. അശ്വിൻ, യോഗം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. UDF നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? എന്താണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക? അശ്വിനിലേക്ക് തിരിച്ചെത്താം. മനു ഭരത്ത് സുൽത്താൻ ബത്തേരിയിലുണ്ട്. മനു, തിരുനെല്ലിയിൽ സന്ദർശിച്ചതിന് ശേഷം ഇന്ന് വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരിക്കും രാഹുൽ ഗാന്ധി. എവിടെയൊക്കെയാണ് പരിപാടികൾ നടക്കുക? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രചാരണം നടത്താൻ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, തിരുനെല്ലിയിലെ പൂജകൾക്ക് ശേഷം ഈ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധി ആദ്യം എത്തുന്ന പൊതുയോഗം ഞാൻ നിൽക്കുന്ന ഈ സുൽത്താൻ ബത്തേരിയിലെ സെയിൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ്. ഇവിടെ 11 മണിക്ക് ശേഷം അദ്ദേഹം ഇറങ്ങും എന്നാണ് പറയുന്നത്. അതോടൊപ്പം അതിനുശേഷം ആയിരിക്കും രാഹുൽ ഗാന്ധി എനിക്ക് പുറകിൽ കാണുന്ന ആ വേദിയിലേക്ക് എത്തുക. 11:45 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പൊതുയോഗമാണ് നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. ഏതായാലും 3/4 മണിക്കൂറോളം രാഹുൽ ഗാന്ധി ഇവിടെ പൊതുയോഗത്തിൽ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് തിരുവമ്പാടിയിലേക്ക് തിരിക്കുക. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, 6 കർഷകർ ഇവിടെ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിരുന്നു. ഈ 6 കർഷകരുടെയും കുടുംബാംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഹുൽ ഗാന്ധിയും അവരെ കാണാനുള്ള താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. 2 പേർ തിരുനെല്ലിയിൽ വെച്ചും 4 പേര് ഈ സുൽത്താൻബത്തേരിയിൽ, 4 കുടുംബങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ വെച്ചും കാണാനാണ് പദ്ധതി. ഇതെല്ലാം തന്നെ അന്തിമ തീരുമാനം ഇതിൻ്റെ സമയക്രമവുമായി ബന്ധപ്പെട്ടായിരിക്കും. ഏതായാലും ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി കാണുന്നുണ്ട്.
നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പ്രസംഗിച്ച അതേ വേദിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടിയായിരിക്കും വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കുക എന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. 3 പൊതുയോഗങ്ങളാണ് വയനാട് മണ്ഡലത്തിൽ നടത്തുന്നത്. നമുക്കറിയാം വയനാട് മണ്ഡലം ലോക്സഭാ മണ്ഡലം എന്നത് 3 ജില്ലകളിലായാണ് ഉള്ളത്. അപ്പോൾ വയനാട് ജില്ല എന്ന തരത്തിൽ അത് സുൽത്താൻ ബത്തേരിയിൽ ഒരു യോഗം നടക്കുന്നു. ഒപ്പം ഇതിനുശേഷം 12 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കുന്ന രാഹുൽ ഗാന്ധി 1:10 തിരുവമ്പാടിയിൽ എത്തുന്നു. അവിടെ സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗം. അതിനുശേഷമായിരിക്കും വണ്ടൂരിലേക്ക് തിരിക്കുക. വണ്ടൂരിൽ പൊതുയോഗത്തിന് ശേഷം ആണ് രാഹുൽ ഗാന്ധി പിന്നീട് തൃത്താലയിലേക്ക് പോവുക. അവിടെ നിന്നും കോയമ്പത്തൂർ വഴി ഡൽഹിയിലേക്കാണ് രാഹുൽ ഗാന്ധി തിരിക്കുക. അങ്ങനെ 3 പൊതുയോഗങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും 1 പൊതുയോഗം തൃത്താലയിലും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പരിപാടി. ഈ യോഗങ്ങളിലെല്ലാം തന്നെ ഒരു പൊതുനിലപാട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് എന്നാണ് ഉറ്റുനോക്കുന്നത്. കാരണം അദ്ദേഹം CPM-നെ വ്യക്തമായി ആക്രമിക്കുന്ന ഒരു രീതിയല്ല അവലംബിക്കുന്നത്. BJP ആണ് പ്രധാന എതിരാളി എന്നതാണ് നിലപാട്. അതുതന്നെ ഇവിടെയും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. പക്ഷേ CPM നേതൃത്വവും അതുപോലെ ഇടതുപക്ഷവുമാകട്ടെ 10 ചോദ്യങ്ങൾ അവർ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെക്കുന്നു. വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് മാപ്പ് ചോദിക്കുമോ എന്ന ഒരു ക്യാമ്പയിൻ തന്നെ അവരിവിടെ നടത്തിയിരുന്നു. 1 ലക്ഷത്തോളം ആളുകൾ 15,000 സ്ക്വാഡുകളായി തിരിഞ്ഞ് ആളുകളെ വീട്ടിൽ ചെന്ന് വോട്ടർമാരെ നേരിൽ കാണുന്ന ഒരു പദ്ധതിക്ക് അവർ രൂപം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ ദളിത് ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ചും ഒക്കെ ഇടതുപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു സ്ഥാനാർത്ഥി മറ്റു മണ്ഡലങ്ങളിൽ അദ്ദേഹം ഒരു പ്രചാരകനായി എത്തുമ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്ന രാഹുൽ ഗാന്ധി ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് വലിയ സഗൗരവം ഈ നാട് ഉറ്റുനോക്കുന്നത്. ശരി മനു, എന്തായാലും യോഗത്തിന് UDF നേതാക്കളുടെ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് ചർച്ചാ വിഷയങ്ങൾ? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? ധന്യ, കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട UDF നേതാക്കളും സ്ഥാനാർത്ഥികളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. 350 പേരുണ്ട് യോഗത്തിൽ. നേരത്തെ SPG മുഖേന നൽകിയ പാസുകൾ അനുസരിച്ചുള്ള നേതാക്കളെ മാത്രമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് സാധു ഓഡിറ്റോറിയത്തിനും പരിസരത്തും ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അല്പം മുൻപ് ഇവിടെ എത്തിയ ശേഷമാണ് യോഗം തുടങ്ങിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം വൈകിയാണ് യോഗം തുടങ്ങിയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് യോഗം അവസാനിക്കാനാണ് സാധ്യത. അദ്ദേഹം മിക്കവാറും രാഹുൽ ഗാന്ധി പ്രവർത്തകരോട് സംസാരിക്കുക മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരു അവലോകന യോഗം എന്നുള്ള നിലയ്ക്കല്ല, രാഹുൽ ഇവരുമായി സംസാരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് നേതാക്കളുമായി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. കാരണം നേരത്തെ 8 മണി മുതൽ 9 മണി വരെയായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഇപ്പോൾ യോഗം തുടങ്ങിയിരിക്കുന്നത്. രാഹുലിന് ഇന്ന് 5 പരിപാടികളുണ്ട്. വയനാട്ടിലും മലപ്പുറത്തുമായി 5 പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം 1 മണിക്കൂർ വൈകുക എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ കാണുന്നു. വളരെ പെട്ടെന്ന് യോഗം അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ 3 സ്ഥലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ നേരത്തെ അദ്ദേഹവുമായി ഗസ്റ്റ് ഹൗസിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുരളി മടങ്ങുകയാണ് ഉണ്ടായത്. അദ്ദേഹം യോഗത്തിന് എത്തിയിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം മുകുൾ വാസ്നിക്ക്, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളും യോഗത്തിന് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവർ ഒരുമിച്ചായിരിക്കും വയനാട്ടിലേക്കുള്ള മടക്കം. അത് കണ്ണൂരിലെ DSC ആസ്ഥാനത്ത് നിന്നാണ് ഹെലികോപ്റ്റർ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. നേരത്തെ പോലീസ് മൈതാനിയായിരുന്നു കണക്കാക്കിയിരുന്നെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം DSC ആസ്ഥാനത്തെ ഹെലിപാഡിലേക്ക് ഇത് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരത്താണ് DSC ആസ്ഥാനം. അവിടെ വെച്ചാണ് ഹെലിപാഡ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്നായിരിക്കും അദ്ദേഹം പുറപ്പെടുക വയനാട്ടിലേക്ക്. ശരി അശ്വിൻ, എന്തായാലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന UDF നേതാക്കളുടെ യോഗം പുരോഗമിക്കുകയാണ്. ഇന്ന് 5 പരിപാടികൾ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇതിനുശേഷം നേരെ രാഹുൽ ഗാന്ധി തിരുനെല്ലിയിലേക്കായിരിക്കും എത്തുക. അവിടെ CV അനുമോദുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ മനു ഭരത്തുമാണ് വിവരങ്ങൾ നൽകിയത്.